നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് വെറും വാക്കല്ല. വയനാട് സന്ദർശിച്ച് ജനങ്ങളുടെ വേദന ശരിക്കും മനസ്സിലാക്കിയ ഗവർണർ അടുത്ത നീക്കത്തിലേക്ക്. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന ഗവർണർമാരുടെ യോഗം ഇന്ന്. വയനാടിനായി ശബ്ദമുയർത്തുമെന്ന് ആരിഫ് ഖാൻ. അച്ഛൻ മരിച്ചപ്പോഴുള്ള അതേ വേദനയെന്ന് രാഹുൽ ഗാന്ധി. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. വയനാട് സന്ദർശിച്ച് ജനങ്ങളുടെ വേദന ശരിക്കും മനസ്സിലാക്കിയ ഗവർണർ വയനാട് ദുരന്തം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിലൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പോലും കഴിയാത്തതാണ് ഗവർണർ ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അധ്യക്ഷതയിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് തുടങ്ങും. രാഷ്ട്രപതി ഭവനിൽ ചേരുന്ന യോഗത്തിൽ ഗവർണർമാരെ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, വിവിധ കേന്ദ്രമന്ത്രിമാർ, നീതി ആയോഗ് പ്രതിനിധികൾ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കും. ദ്രൗപദി മുർമു അധ്യക്ഷത വഹിക്കുന്ന ഗവർണർമാരുടെ ആദ്യ സമ്മേളനമാണിത് എന്ന പ്രത്യേകതയും യോഗത്തിനുണ്ട്. യോഗത്തിൽ വയനാട്ടിലെ ദുരന്തം ശക്തമായി ഉന്നയിക്കുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിട്ടുള്ളത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്തം സംബന്ധിച്ച് ആദ്യ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ പ്രധാനമന്ത്രി നടപടികൾ തുടങ്ങിയതാണെന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ അവസ്ഥയിൽ രാജ്യം എന്തായാലും വയനാടിനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗവർണർ പറഞ്ഞിരുന്നു. പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ പരിഷ്കരണം, വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരണം തുടങ്ങിയവയാണ് രാഷ്ട്രപതി വിളിച്ച ഗവർണർമാരുടെ യോഗത്തിലെ പ്രധാന അജണ്ടകൾ. അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ട ദുരന്തം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ വേദനാജനകമായ സംഭവമാണിതെന്നും ആയിരങ്ങൾക്കാണ് വീടും അവരുടെ സ്വന്തക്കാരെയും നഷ്ടമായത്. ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. എന്ത് പറഞ്ഞ് വയനാട്ടുകാരെ ആശ്വസിപ്പിക്കേണ്ടതെന്നും അറിയില്ല. ഏറെ ബുദ്ധിമുട്ടേറിയ ദിവസമാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദുരിതത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യും. അവരുടെ പുനരധിവാസം ഉൾപ്പെടെ നോക്കേണ്ടതുണ്ട്. വയനാട്ടിലെ ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം കാണുമ്പോൾ അഭിമാനമുണ്ട്. ഡോക്ടർമാർ, നഴ്സുമാർ, വോളണ്ടിയർമാർ, രക്ഷാപ്രവർത്തകർ, സൈന്യം, ഭരണകൂടം എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് തീർച്ചയായും ദേശീയ ദുരന്തമാണ്. ഏതായാലും സർക്കാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടുത്തെ ജനങ്ങൾക്ക് സഹായമാണ് ആവശ്യം. ഈ സമയം എല്ലാവരും ഒന്നിച്ച് ആഘാതത്തിലുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം പറയാനോ ആ രീതിയിൽ ഇതിനെ കാണാനോ ആഗ്രഹിക്കുന്നില്ല. വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും മികച്ച സഹായം ലഭിക്കുന്നതിനാലാണ് താല്പര്യം. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്താണോ എനിക്ക് തോന്നിയത്, അതേ വേദനയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ ഓരോരുത്തരുടെയും കുടുംബം ഒന്നാകിയാണ് നഷ്ടമായത്. അന്ന് എനിക്കുണ്ടായതിനേക്കാൾ ഭീകരാവസ്ഥയാണ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർക്കാണ് ഉറ്റവരെ നഷ്ടമായത്. അവരുടെ കൂടെ നിൽക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ ശ്രദ്ധയും വയനാടിനാണ്. വയനാടിന് എല്ലാ സഹായം കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സഹോദരന് തോന്നിയ അതേ വേദനയാണ് തനിക്കുണ്ടായതെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അതിദാരുണമായ സംഭവമാണിത്. നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ജനങ്ങളുടെ വിഷമം. എല്ലാവർക്കും ആവശ്യമായ പിന്തുണ നൽകും. എല്ലാവരും ഒറ്റക്കെട്ടായി സഹായിക്കാൻ എത്തുന്നു. എല്ലാവർക്കും സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടെന്നാണ് പറയുന്നത്. അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.